എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, വളരെ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മാത്സിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇവിടെ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ നമ്പർ ഒന്നും നോക്കണ്ട, ഇതെന്റെ രണ്ടാമത്തെ ചാനലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സസൈസ് 1.2 ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. പ്രൂവ് ദാറ്റ് 3 + 2√5 ഈസ് എൻ ഇറേഷണൽ നമ്പർ. ഓക്കെ, ഇത് ഇറേഷണൽ നമ്പർ ആണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഇതിന്റെ കീവേഡ് എന്താണ്? ഇത് 3 + 2√5 ആണ് ഇറേഷണൽ. ഇതിനെ നമ്മൾ ഇറേഷണൽ ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ചെയ്ത പോലെ കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. കാരണം നമുക്ക് ഇത് ഇറേഷണൽ ആണ് ഡയറക്റ്റ് ആയിട്ട് പറയാനുള്ള വഴികളില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റേഷണൽ ആണ് എന്നെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എടുത്തതും അവസാനം വന്നതും തമ്മിൽ കോൺട്രഡിക്ഷൻ വരും. ഓക്കെ, ആ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താണ്? ഇത് ഇറേഷണൽ നമ്പർ ആയതുകൊണ്ടാണ്. അങ്ങനെയാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടെത്താം. let us assume the contrary that 3 + 2√5 is a rational number. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? എന്താ കാര്യം എന്നല്ലേ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം അറിയാം. നമുക്ക് √5 ഇറേഷണൽ ആണെന്ന് അറിയാം. ഓക്കെ, ഇറേഷണൽ ആണെന്ന് അറിയാം. നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? 3 + 2√5 ഇറേഷണൽ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് റേഷണൽ നമ്പർ ആണ്. നമുക്ക് ഏത് ഫോമിൽ എഴുതാം? 3 + 2√5 ഈസ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാം? p/q അല്ലെ? p/q ഫോമിൽ എഴുതാം. റേഷണൽ ആണെങ്കിൽ എന്ത് ചെയ്യാം? p/q ഫോമിൽ എഴുതാം. നിങ്ങൾ ഇവിടെ a/b എന്ന് എഴുതിയാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും 2 ലെറ്റർ ഓക്കെ, ജനറൽ ഫോം ആയിരിക്കണം എന്നേ ഉള്ളൂ, a/b. അപ്പോ ഇവിടെ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മളൊരു കണ്ടീഷൻ എടുക്കുന്നത് എന്താ അറിയോ? ഇത് രണ്ടും കോപ്രൈം ആണ്. ഓക്കെ, വേർ a and b are കോപ്രൈംസ്. കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? രണ്ടിലും കോമൺ ആയിട്ട് വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ല, വേറെ ഫാക്ടർ ഒന്നും ഇല്ല. ഓക്കെ, 1 അല്ലാണ്ട് വേറെ ഫാക്ടർ ഇല്ല. അല്ലെങ്കിൽ വേറൊരു ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ HCF നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? 1 ആയിരിക്കും. ഓക്കെ, കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഇല്ല, 1 മാത്രമേ ഉള്ളൂ എന്ന് അതിന്റെ അർത്ഥം. അത് എന്താണ് ഈ കോപ്രൈം എന്നുള്ളത് ഇതിന്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്പറിൽ 1 നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടുപോയിക്കോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ? ഈ √5 നമ്മൾ അവിടെ തന്നെ വെക്കണം. എന്നിട്ട് 3 നമ്മൾ റൈറ്റിലോട്ട് നീക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2√5 ഈസ് ഈക്വൽ ടു a/b. ഇവിടെ +3 അല്ലേ? റൈറ്റിലോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? -3. ഓക്കെ, ഇത് നമുക്ക് ആരും കൂടി ഉണ്ട് ഇവിടെ? √5ന്റെ കൂടെ 2 കൂടി ഉണ്ട് അല്ലെ? 2 കൂടി നമുക്ക് അപ്പുറത്തേക്ക് പറഞ്ഞേക്കാം. 2 നമുക്ക് ഇഷ്ടമല്ലേ ഇപ്പൊ തൽക്കാലം. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞേക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? √5 ഈസ് ഈക്വൽ ടു, അയ്യോടെ 2 താഴോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? കൺഫ്യൂഷൻ ആയാ? ഇല്ല, കൺഫ്യൂഷൻ ആയിട്ടില്ല. ഒന്നുകിൽ പല വഴികളുണ്ട്, നിങ്ങളിപ്പോ എങ്ങനെയാ മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്റ്റെപ്പും കൂടി എഡിറ്റ് ചെയ്യാം. അപ്പോ ഇതിന് ഞാൻ ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഒരു 1 ഇടാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ LCM എടുക്കാം. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. a × 1 = a -3 × b = 3b ഡിവൈഡ് ബൈ b × 1 = b. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, 2 രീതിയിൽ എടുത്താൽ ശരിയാവും. LCM മെത്തേഡ് എടുത്താൽ ശരിയാണ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ശരിയാണ്. ഇനി ഇവിടെ നമുക്ക് √5 അങ്ങനെ തന്നെ അവിടെ വെക്കാം. ഈക്വൽ ടു ഈ 2 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും, താഴോട്ട് കൊണ്ടുപോകും അല്ലെ? അപ്പൊ എന്തായിട്ട് മാറും? a - 3b b. ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ 2b. ഓക്കെ, മനസ്സിലായില്ലേ? ഇവിടെ നമുക്കൊരു കോൺട്രഡിക്ഷൻ വന്നു. എന്താ അറിയോ? നമ്മുടെ √5 എന്ന് പറയുന്ന ആരാണ്? ഇറേഷണൽ നമ്പർ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അതേസമയം ഈ വലതുള്ളത് സാധനം എന്താണ്? ഇതൊരു റേഷണൽ നമ്പർ ആണ്. ഒരു നമ്പർ ഡിവൈഡ് ബൈ വേറെ നമ്പർ എന്നുള്ള ഫോമിലുള്ള. അപ്പോ നമുക്ക് എന്ത് കോൺട്രഡിക്ഷൻ കിട്ടി അല്ലെ? ഇത് ഇറേഷണൽ നമ്പർ ഈക്വൽ ടു റേഷണൽ നമ്പർ ഒരിക്കലും സംഭവിക്കില്ലല്ലോ. അപ്പൊ ആ കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താണ്? നമ്മളെടുത്ത അസംഷൻ തെറ്റാണ്. എന്ത്? ഇത് റേഷണൽ ആണ് നമ്മൾ എടുത്തുപോയി, അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ റേഷണൽ നമ്പർ അല്ലെങ്കിൽ ആരായി തീരും? സ്വാഭാവികമായിട്ടും ഇറേഷണൽ നമ്പർ ആയി തീരും. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ കഴിഞ്ഞിട്ടോ സത്യത്തിൽ. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതേണ്ടത് സിൻസ് a and b are integers, since a and
B are integers നമുക്ക് എന്ത് എഴുതാം a minus 3b by 2b is a rational number. Okay, അപ്പോൾ നമുക്ക് എന്താ അറിയോ but we know that ആരാണ് ഇറേഷണൽ നമുക്കറിയുന്ന കാര്യം root 5 is an irrational number. അപ്പോൾ ഇത് രണ്ട് കോൺട്രഡിക്ഷൻ ആയി അല്ലേ. LHS is not equal to RHS. ഈ LHS ഇറേഷണൽ ആണ്, RHS എന്താണ് റേഷണൽ ആണ്. അത് രണ്ടും ഒരിക്കലും ഈക്വൽ ആവില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം അതായത് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ദിസ് കോൺട്രഡിക്ഷൻ ഈസ് അറൈസൺ ബിക്കോസ് ഓഫ് അവർ wrong assumption. This contradiction is arisen because of our wrong assumption. Therefore എന്താണ് നമ്മുടെ നമ്പർ 3 plus 2 root 5 is an irrational number. ഞാൻ ഒന്നുകൂടി ഒന്ന് റീക്യാപ്പ് ചെയ്ത് തരാം. ഇറേഷണൽ നമ്പർ അതായത് എന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇറേഷണൽ നമ്പർ ആണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, പ്രൂവ് ചെയ്യാൻ ഡയറക്റ്റ് വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ കോൺട്രഡിക്ഷൻ എടുക്കുന്നു. ഇത് റേഷണൽ ആണ് നമ്മൾ കരുതുന്നു. റേഷണൽ ആകുമ്പോൾ നമുക്ക് a by b എന്ന് പറഞ്ഞൊരു സംഗതി കിട്ടും. ഈ പോയിന്റ് വളരെ വലുതാണ്. എന്താണ് എക്കും ബിക്കും കോമൺ ആയിട്ട് ഒരു ഫാക്ടറും ഇല്ല. ഒന്നിക്കിൽ നിങ്ങൾ a and b കോപ്പറൻസ് എഴുതണം, അല്ലെങ്കിൽ എന്ത് നിങ്ങൾ എന്ത് അറിയോ അല്ലെങ്കിൽ എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HCF ഈസ് 1. ഓക്കെ, ഇത് രണ്ടിന്റെ HCF എന്താണ് 1 ആണ്. രണ്ടിലൊന്നും എഴുതിയാൽ മതിയേ. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ root 5 ഒറ്റക്ക് എടുക്കണം. കുറച്ച് സ്റ്റെപ്പ് ചെയ്തിട്ട് ഒറ്റക്ക് എടുക്കും. അപ്പൊ നമുക്ക് കിട്ടും ഒരു ഭാഗത്ത് ഇറേഷണൽ നമ്പർ കിട്ടും, ഒരു ഭാഗത്ത് റേഷണൽ നമ്പർ കിട്ടും. ഇറേഷണൽ നമ്പർ ഈക്വൽ ടു റേഷണൽ നമ്പർ എന്ന് പറയുന്നത് അതൊരു കോൺട്രഡിക്ഷൻ ആണ്. ഓക്കെ, ആ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത അസംഷൻ എന്താണ് തെറ്റായി പോയത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയില്ലേ. നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ 3 കടക്കാം. ഓക്കെ.